പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ അലോഷയുടെ ഉള്ളിലാകെ പപ്പ പറഞ്ഞ വാചകങ്ങളാണ്. പപ്പയ്ക്ക് എങ്ങനെ ഇതെല്ലാം മനസ്സിലായി? യാതൊരു സംശയവും തോന്നാത്ത വിധത്തിലായിരുന്നു തൻ്റെ പെരുമാറ്റം. പിന്നെ എങ്ങനെ? ഇനി ഒരു പക്ഷേ പൗമി എന്തേലും പറഞ്ഞോ കർത്താവേ? അതുകൊണ്ടാണോ പപ്പ അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്തെങ്കിലും സൂചന കിട്ടി? ഇല്ലെങ്കിൽ ഇത്ര വ്യക്തമായിട്ടൊന്നും പറയാൻ വഴിയില്ല. വീട്ടിൽ ചെന്നിട്ട് പൗമിയോട് ചോദിച്ചു നോക്കാം. പപ്പ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചു പോയി. അവൻ വീട്ടിലെത്തിയപ്പോൾ പൗമി വന്നു വാതിൽ തുറന്നു. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടി അഴിച്ചു വിടർത്തിയിട്ടുകൊണ്ടാണ് നിൽപ്പ്. ആ മുഖം കണ്ടപ്പോൾ അലോഷിക്കാണെങ്കിൽ അവളുടെ കവളിൽ അമർത്തിയൊന്ന് മുത്താൻ ആഗ്രഹം തോന്നി. ചിരിയോടെയുള്ള അലോഷയുടെ നോട്ടം കണ്ടപ്പോൾ പൗർണമിക്കൊരു വല്ലായ്മ പോലെ. തിരക്കില്ലെങ്കിൽ ഒരു ചായ എടുത്തേ കൊച്ചേ, വല്ലാത്ത ക്ഷീണം പോലെ തോന്നുന്നു. തിരിഞ്ഞ് റൂമിലേക്ക് പോയവളെ നോക്കി അലോഷി വിളിച്ചു പറഞ്ഞു. തൻ്റെ ഫോണ് ഒന്ന് ചാർജ് ചെയ്യുവാനിട്ട ശേഷം പൗർണമി അടുക്കളയിലേക്ക് പോയി. ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് അലോഷിക്ക് വേണ്ടി ഒരു സ്ട്രോങ് ചായയൊക്കെ തയ്യാറാക്കി. കുളി കഴിഞ്ഞ് അലോഷി ഇറങ്ങി വന്നപ്പോൾ അടുക്കളയിൽ ചെറിയ തട്ടുമുട്ടുമൊക്കെ കേട്ടു. പൗമി, അലോഷി വിളിച്ചപ്പോൾ അവൾ അവനുള്ള ചായയുമായിട്ട് ഹോളിലേക്ക് വന്നു. പൗമിയുടെ അച്ഛൻ വിളിച്ചോ? ചായ വാങ്ങിക്കൊണ്ട് അലോഷി അവളെ നോക്കി. കുറച്ച് മുന്നേ വിളിച്ചു. ഇവിടുന്ന് മാറുന്ന കാര്യം സംസാരിച്ചോ? ആ, നാളെ എവിടേക്കെങ്കിലും മാറാം. ഇന്നിപ്പോൾ നേരം ഇത്രയും ആയില്ലേ? അങ്ങനെ പെട്ടെന്ന്, അതും 2 ആഴ്ചത്തേക്ക്? ഹോസ്റ്റലിലൊന്നും ആരും താമസിക്കാൻ സൗകര്യം തരില്ല പൗമി. അല്ലെങ്കിൽ നീ അന്വേഷിച്ച് നോക്കിക്കോ. കുറഞ്ഞത് 6 മാസമെങ്കിലും നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റ് ആയിട്ട് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ബാച്ചിലേഴ്സൊക്കെ കാണും. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. ഇവിടെ ആണും പെണ്ണും ഒരുമിച്ചാണ് താമസമൊക്കെ. ഈ നാട്ടിൽ ഇതത്ര വലിയ സംഭവമല്ല. താൻ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്നേ. ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, അതല്ലെങ്കിൽ ആൻറ്റിയുടെ കൂടെ നിന്നോളൂ. അതാകും നല്ലത്. അലോഷി പറയുന്നത് കേട്ടപ്പോൾ പൗമിക്കാകെ സങ്കടമായി. അവൾ വിഷമത്തോടെ അവനെ നോക്കി നിന്നു, ഒരക്ഷരം പോലും പറയാതെ കൊണ്ട്. തൻ്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം. ആ നമ്പർ ഇങ്ങ് തന്നേ, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്ക്. അതൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം, അവൾ പെട്ടെന്ന് അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആൻറ്റിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്താം. ഞാൻ പപ്പയോടൊന്ന് പറയട്ടെ. ആൻറ്റി വരുവാണേൽ പ്രോബ്ലം ഇല്ലല്ലോ അല്ലേ? ഏയ്, അതൊന്നും വേണ്ട, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അല്ല, തനിക്കെന്നെ പേടിയായതുകൊണ്ട് പറഞ്ഞതാ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അലോഷി പറഞ്ഞപ്പോൾ പൗമി അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. ചോറും കറികളും എടുത്ത് ചൂടാക്കി വെച്ചു. അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും മോരും പച്ചമീൻ വറുത്തതുമാണ് കറികൾ. എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു. അലോഷി കുരിച്ചു വരച്ചുകൊണ്ടിരുന്ന നേരത്ത് പൗമി റൂമിലേക്ക് പോയി. അവളുടെ അമ്മ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആ, ഉമയമ്മേ. മോളെ പൗമി, കാത്തൂൻ്റെ ചേട്ടൻ വന്നോടാ? ആ, എത്തി. അരമണിക്കൂറായി കാണും. ശോ, ആ ചെറുക്കനും മോളും കൂടി എങ്ങനെയാടാ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അത് മതി. അലോഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ അച്ഛനെയും അമ്മയും പറഞ്ഞു കേൾപ്പിച്ചു. അവർക്കും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. പ്രായപൂർത്തിയായ മകൾ ഒറ്റയ്ക്ക്, അതും ഒരു പുരുഷൻ്റെ കൂടെ. എന്താ മോളെ ഒരു വഴി? ഇന്നത്തേടെ ഇങ്ങനെ പോകട്ടെ, നാളെ ഞാനൊന്ന് തിരക്കാം. ബാക്കി കാര്യം അപ്പം നോക്കാം. അച്ഛൻ വിഷമിക്കണ്ട. ആ ചെറുക്കൻ ആളെങ്ങനെയാടി മോളെ? പാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളി എപ്പോഴും ബിസിയാ. ഇവിടെയാണെങ്കിലും ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. കുറച്ച് സമയം അച്ഛനോടും അമ്മയോടും സംസാരിച്ച ശേഷം പൗർണമി പുറത്തേക്ക് ഇറങ്ങി വന്നു. അലോഷി കുരിശുവരിയൊക്കെ കഴിഞ്ഞിരുന്നു. പൗമി നോക്കിയപ്പോൾ അവൻ ചോറും കറികളും എടുത്ത് ഊണുമേശയിൽ വെക്കുന്നുണ്ട്. ആ, ഇരിക്കു കൊച്ചേ, എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ എന്തോ ഇത്തിരി വാരിക്കഴിച്ച് പോന്നതാ. അലോഷി 2 പ്ലേറ്റുകൾ എടുത്ത് വെച്ചിട്ട് അവളെ നോക്കി പറഞ്ഞു. ഇച്ചയും കഴിച്ചു, എനിക്കിപ്പോൾ വേണ്ട. അതെന്താ, നിനക്ക്
വിശപ്പും ദാഹമൊന്നും ഇല്ലേടി? ഇപ്പം വേണ്ടാഞ്ഞിട്ടാ, ഞാൻ പിന്നെ ഇരുന്നോളാം. പറഞ്ഞ ശേഷം അരികിൽ നിന്നും പോകാൻ തുനിഞ്ഞവളുടെ കൈത്തണ്ടയിൽ കയറി അലോഷി പിടിച്ചതും പൗർണമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ, അതെന്നാ പോക്കാ പോകുന്നേ? എൻ്റെ കൊച്ചും കൂടി ഇരിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവളുടെ അടുത്തേക്ക് അല്പം കൂടി അടുത്ത് വന്ന് അലോഷി പറഞ്ഞപ്പോൾ പൗർണമി ആ കയ്യിലെ പിടുത്തം പിടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇരിക്കു കൊച്ചേ, എത്ര ദിവസമായി ഒന്നൊരുമിച്ചിരുന്ന് കഴിച്ചിട്ട്? വേറെ ആരും അല്ലല്ലോ, നിന്റെ ഇച്ചായനല്ലോടി, നിന്റെ മാത്രം അലോഷിച്ചായൻ. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു നിർത്തി. കയ്യിന്ന് വിട്ടേ മര്യാദയ്ക്ക്. പൗമി കടുപ്പത്തിൽ അവനെ നോക്കി. ഓ, എൻ്റെ കൊച്ചിന് ദേഷ്യമായല്ലോ. എൻ്റെ ദേഹത്ത് തൊടുവാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി മേലി എങ്ങനെയൊന്നും ആവർത്തിച്ചേക്കരുത്. ഇതെന്താടി പെണ്ണെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അലോഷി മെല്ലെ പിടുത്തം പിടിപ്പിച്ചു. കാത്തുവിനോട് ആരെങ്കിലും ഒരുവൻ ഇതുപോലെ പെരുമാറിയാൽ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമോ? അതുപോലെയാണ് എല്ലാവരും. എനിക്ക് സഹോദരനില്ലെന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് കരുതി എന്തു ആവാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇനി മേലിൽ ഇങ്ങനെയൊന്നും എന്നോട് പെരുമാറിയേക്കരുത്. എനിക്കിത് ഇഷ്ടമല്ല. നിങ്ങൾ കരുതും പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പ്രണയം. വേറെ ആളെ നോക്കിക്കോളൂ. അലോഷയെ ദഹിപ്പിക്കും മട്ടിൽ പൗമി ഒന്നുകൂടെ നോക്കി. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. ചെന്നിട്ട് കഴുകി വയ്ക്കുവാനുണ്ടായിരുന്ന പ്ലേറ്റ്സൊക്കെ എടുത്ത് സിങ്കിലിട്ട് വെച്ചു. ശ്വാസമൊന്ന് എടുത്തു വലിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണവൾ. അപ്പോഴാണ് അലോഷി അവിടേക്ക് കയറി വന്നത്. അവൻ വിളമ്പിയ ചോറും കറികളുമാണ് കയ്യിൽ. കറികളൊക്കെ തിരിച്ച് അതാത് പാത്രത്തിലേക്കിട്ടു. ചോറ് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. അവൻ ഒരു വറ്റുപോലും കഴിച്ചിട്ടില്ലെന്ന് അപ്പോഴാണ് പൗമി കാണുന്നത്. അലോഷിച്ചയൻ ഫുഡ് കഴിക്കുന്നില്ലേ? വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക്. ഇച്ചായനോ? അങ്ങനെയല്ലല്ലോ കുറച്ചു മുന്നേ പറഞ്ഞത്. നിങ്ങളെന്നല്ലേ പൗമി? അതങ്ങനെ തുടർന്നാൽ മതി. ഇച്ചായൻ എന്നൊന്നും വിളിച്ച് നീ ബുദ്ധിമുട്ടണ്ട. വരണ്ട ഒരു ചിരിയോടെ അലോഷി ഇറങ്ങിപ്പോയപ്പോൾ സൂചി കൊണ്ട് വരയും പോലെ ഒരു സങ്കടം തോന്നിപ്പോയി പൗമിക്ക്. ഇച്ചായ, വെറുതെ ഭക്ഷണത്തോട് കിറവ് കാണിക്കണ്ട. വന്ന് കഴിച്ചിട്ട് കിടക്ക്. സെറ്റിയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ തിരയുന്ന അലോഷിയെ നോക്കി പൗമി വീണ്ടും പറഞ്ഞു. വിശന്നായിരുന്നു. ഇപ്പം വയറ് നിറഞ്ഞടോ. തൽക്കാലം ഇനി ഒന്നും വേണ്ട. താൻ പോയി കിടന്നോളൂ. ഫുഡ് കഴിക്കണേ കഴിച്ചോളൂ നീ. അലോഷി തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ ചേർത്തടച്ചു. പൗർണമി സങ്കടത്തോടെ അവിടെ അങ്ങനെ നിന്നു. അലോഷ് ചായ. വാതിലിൻ്റെ അടുത്ത് ചെന്നിട്ട് 2-3 തവണ അവൾ കൊട്ടി നോക്കി. അലോഷി പക്ഷേ എഴുന്നേറ്റ് വന്നതേയില്ല. രണ്ടുപേരും അന്ന് രാത്രിയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പോയി കിടന്നത്. ഇച്ചായനോട് പറഞ്ഞത് കൂടിപ്പോയോ? വേണ്ടിയിരുന്നില്ല. പാവത്തിന് സങ്കടമായി പോയല്ലോ. പൗർണമിക്ക് മിഴികൾ നിറഞ്ഞു തോന്നി. അതെങ്ങനെയാ? എപ്പോഴും ഇടിച്ചു കയറിയല്ലേ പെരുമാറുന്നത്? അതല്ലേ താൻ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൾ. ഒരു സോറി പറഞ്ഞേക്കാമെന്ന് കരുതി പൗർണമി വീണ്ടും എഴുന്നേറ്റു. നേരെ അപ്പോൾ വെളുപ്പിന് 1 മണി. അലോഷി ഉറങ്ങിക്കാണുമെന്ന് കരുതി അവൾ പിന്നീട് അങ്ങോട്ട് പോയതേയില്ല. പൗമിക്ക് ഇത്രമാത്രം വെറുപ്പുള്ളപ്പോൾ ഇനി എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത്? തന്നെ കാണുന്നത് പോലും അവൾക്ക് വെറുപ്പാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം, അവളുടെ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ തൻ്റെ ഒപ്പം കഴിയുന്നത് പോലും. എന്നിട്ട് താൻ വീണ്ടും വീണ്ടും അവളെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ്. അവൾ പറഞ്ഞ പോലെ കാത്തൂൻ ഇങ്ങനൊരവസ്ഥ വന്നാൽ തൻ്റെ മനോഭാവം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരു ചുവരിനപ്പുറത്ത് അവനും ഉറങ്ങാതെ കിടക്കുകയാണ്. സ്നേഹമെന്ന് പറയുന്നതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അത് സ്വയം ഒരാൾക്ക് തോന്നേണ്ട കാര്യമാണ്. എന്നിരുന്നാലും ശരി, ഇനി പൗമിയോട് അങ്ങനെയൊന്നും പെരുമാറുന്നില്ലെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അടുത്ത ദിവസം കാലത്തെ ആദ്യം ഉണർന്നത് പൗമിയായിരുന്നു. അതും അച്ഛൻ്റെ ഫോൺ കോൾ കേട്ടുകൊണ്ട്.
ഹലോ അച്ഛാ. മോളെ അമ്മയാടി. എന്താ അമ്മേ? ഒന്നുമില്ല, വെറുതെ. ആ പയ്യൻ മാത്രമല്ലേ ഉള്ളത്, അതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ പൗമി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പേടിക്കാൻ ഒന്നുമില്ലമ്മേ, അലുഷായൻ ഒരു പാവമാ. പിന്നെ ഇന്നു മുതൽ ഇവിടെ ജോലിക്കൊരു ചേച്ചി വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കൂട്ടായി. കാത്തു വരുന്നതുവരെയും അവരുണ്ടിവിടെ. ഓ സമാധാനം. എൻ്റെ മോളെ, ഞാനും അച്ഛനും ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. ആകെപ്പാടെ പേടിയായിരുന്നു. അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നാട്ടിൽ ഒരു ചെറുക്കൻ്റെ കൂടെ നീ ഒറ്റയ്ക്ക്. ഏയ്, ഒരു പ്രശ്നവുമില്ലമ്മേ. ഇച്ചായനൊരു പാവമാ, നമ്മളോട് വളരെ നീറ്റായിട്ടാണ് ഇടപെടുന്നത്. അമ്മ അച്ഛനോടും പറഞ്ഞേക്ക് കേട്ടോ. നീ എണീറ്റോ മോളെ? ആ എഴുന്നേൽക്കൂ അമ്മേ, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. പൗമി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങിയ ശേഷം പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങി. അലൂഷയുടെ വാതിലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവളുടെ മിഴികൾ അവിടേക്ക് നീണ്ടു. ഡോർ ചാരിയിട്ടേ ഉള്ളൂ, ലോക്കല്ല. രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ അതൊന്ന് തള്ളി നോക്കി. കിടക്കയിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഇച്ചായന് സങ്കടമാവുന്നത് പൗമി കൊച്ചിന് സഹിക്കാൻ വയ്യ കേട്ടോ, അവൾ ഓർത്തു. തുടരും.